ഞാൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, ഒരു പ്രധാന അറിയിപ്പ് എല്ലാ വിഭാഗം ജനങ്ങളോടും, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ. കാരണം വിവാഹത്തിൻ്റെയും പുതിയ വീട്ടിലേക്ക് കയറി താമസത്തിൻ്റെയും പുതിയ മണിമാണികൾ പണിയുന്നതിൻ്റെയും ഫലമായി അനാവശ്യമായ ചെലവുകൾ ചെയ്യുന്നതിൻ്റെ കൂടി ഫലമായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടും തന്മൂലം ജീവിതം വരെ അവസാനിപ്പിക്കേണ്ട ഗതികേടിൽ എത്തിയ പലരും എനിക്കറിയാം. പള്ളിക്കര ഭാഗത്ത് മകളുടെ കല്യാണത്തിന് വേണ്ടി മാത്രം, ആഘോഷത്തിന് വേണ്ടി മാത്രം 1.5 കോടി മുടക്കിയ ആ മനുഷ്യൻ ഒരു വർഷത്തിന് മുമ്പായിട്ട് സാമ്പത്തിക ടൈറ്റുമായിട്ട് അവസാനം അസുഖം കിട്ടി ആത്മഹത്യക്ക് തുല്യമായിട്ട് മരിച്ചുപോയി. അതുകൊണ്ട് എനിക്ക് എൻ്റെ സമുദായത്തിൽ പ്രത്യേകിച്ച് പറയാനുള്ളത്, എല്ലാവരോടും പ്രത്യേകിച്ച്, നിങ്ങൾ അങ്ങനെ വരുമാനമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി കടം വാങ്ങി പലിശക്ക് പണം എടുത്തൊക്കെ നടത്തിക്കഴിഞ്ഞാൽ 2 നഷ്ടമാണ്. ഒന്ന്, അതിൽ നമുക്ക് വരുമാനം ഇല്ലെന്നുള്ള ഒരു നഷ്ടം. മറ്റത് എടുക്കുന്ന പണത്തിന് പലിശ അങ്ങോട്ട് കൊടുക്കുന്നു. അപ്പോൾ ഡബിൾ ലോസ്റ്റാണ് വരുന്നത്. അവിടെ ദയവ് ചെയ്ത് മാനവകുലമേ, മനുഷ്യ സമൂഹമേ, നിങ്ങൾ ഒരു നിമിഷത്തെ ആഘോഷത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ദിവസത്തെ ആഘോഷത്തിന് വേണ്ടി ഇങ്ങനെ കടം വാങ്ങി ആർഭാടമായി ജീവിച്ചാൽ ആ വീട്ടിൽ കിടന്നുറങ്ങാൻ നിങ്ങൾക്ക് സാധിക്കില്ല. കല്യാണത്തിനാണെങ്കിൽ ആ മകളുടെ വീട്ടിൽ പോയി നമുക്ക് സമാധാനമായിട്ട് കാണാനോ കേൾക്കാനോ സാധിക്കില്ല. അവസാനം നിരാശനായി, മുസ്ലിമാണെങ്കിൽ കാഫിറാവുന്ന രീതിയിൽ, ആത്മഹത്യ എപ്പോഴും കാഫിറിൻ്റെ ഇതിലല്ലോ ആകുന്ന രീതിയിൽ നമ്മുടെ ജീവിതം എന്നേക്കുമായി അവസാനിപ്പിക്കാം. ഒരു കാരണവശാലും നിങ്ങൾ അതിനങ്ങനെ ചെയ്യരുത്. ഞാൻ ചെറിയൊരു ഉദാഹരണം മനസ്സിലാക്കി തരാം. സാധാരണഗതിയിൽ പെൺമക്കളുടെ കല്യാണത്തിന് വേണ്ടി സ്ത്രീധനം വലിയ വിഷയം തന്നെയല്ല. ഇപ്പോഴും നമ്മൾ എല്ലാവരും കയ്യിൽ വരുമാനം പണം ഉണ്ടാവില്ല. അപ്പോൾ ഏതെങ്കിലും ഭൂസ്വത്ത് വിൽക്കാണ്. ആ ഭൂസ്വത്ത് വിൽക്കുമ്പോൾ ഏതാണ്ട് ഒരു 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്കൊരു 7 കിട്ടുള്ളൂ. അത്യാവശ്യം അത് പിന്നെ അങ്ങനെയാണല്ലോ, എല്ലാ സ്ഥലത്തും മതക്കും, അതുപോലെ ആരും കുറ്റമല്ല. അപ്പോൾ 10ൻ്റെ സാധനം നമ്മൾ 7.5 കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ സ്വർണം വാങ്ങിക്കുമ്പോഴും 10ൻ്റെ മൂല്യം 12ന് വാങ്ങിക്കുന്നു. 12 വാങ്ങിച്ച് കല്യാണമൊക്കെ ആർഭാടം നടത്തി കുറച്ച് കഴിഞ്ഞ് 2-3 മാസം കഴിയുമ്പോൾ ആദ്യം ഒരു മാല വെച്ച്, മറ്റു മാല വെച്ച്, അങ്ങനെ വെച്ച് എല്ലാ സ്വർണവും പണയം വെച്ച് അവർക്ക് എടുക്കാനും പറ്റില്ല. അതവിടെ നശിച്ചു പോകണം. അല്ലെങ്കിൽ വിൽക്കുമ്പോൾ അറിയാമല്ലോ, ഇന്ന് വാങ്ങിയിട്ട് നാളെ വിറ്റാലും വില കുറയും. അപ്പോൾ ഏതാണ്ട് 10ന് പോയ സാധനം 2 അവിടെ നഷ്ടം, ഇവിടെ 2 നഷ്ടം, എല്ലാം കൂടി പോയി ഒരു 4 രൂപ നമുക്ക് ബാക്കി 6 രൂപയും നഷ്ടപ്പെട്ടു പോകണം. അതൊക്കെ അറിയാതെ അള്ളാഹുവിൽ മാത്രം വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു മുസൽമാൻ, എല്ലാവരും അതേ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ, മറ്റുള്ളവർക്ക് ഇൽമ് അല്ലെങ്കിൽ അറിവ് പകർന്നു കൊടുക്കുന്ന മൗലിമാർ പോലും ആത്മഹത്യ ചെയ്യുന്നു. എനിക്കറിയാം, എൻ്റെ അടുത്തൊരു സുഹൃത്ത്, ഒറ്റ മകളുള്ളൂ. മകൾ കല്യാണം കഴിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? 40-40 വർഷക്കാലം അദ്ദേഹം ജുമാ മസ്ജിദിൽ കയറി ഇമാമെന്ന് പിന്നെ നിന്ന ആളാണ്. മറ്റു മുസ്ലിങ്ങൾക്ക് ധൈര്യവും അറിവും നൽകിയ ആളാണ്. ആൾ ഈമാനില്ലാതെ പോയില്ലേ? ആത്മഹത്യ ചെയ്യുന്നവരില്ല ഈമാനില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് മൗലികമായി ഉൾപ്പെടെ അല്ലാത്തവർ ഉൾപ്പെടെ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നതുകൊണ്ട്, അല്ലെങ്കിൽ നാട് വിട്ടു പോകേണ്ടി വരുന്നതുകൊണ്ട്, വിനാശകരമായ രീതിയിലേക്ക് ജീവിതം അവസാനിപ്പിക്കുന്നതുകൊണ്ട് ആ മകളായിട്ടൊന്ന് കാണാനോ പിടിക്കാനോ അല്ലെങ്കിൽ ആ പണം വീട്ടിൽ സമാധാനമായിട്ട് കിടക്കാനോ പറ്റാത്ത ഒരുപാട് ആൾക്കാർ ഈ ലോകത്തുണ്ട്, ഇപ്പോഴുണ്ടാകും. അവിടെ ദയവ് ചെയ്ത് ആദ്യം അവസാനമായിട്ട് പറയണം, നിങ്ങൾ ഒരു കാരണവശാലും കടം വാങ്ങി ആർഭാട കല്യാണോ വലിയ സ്ത്രീധനം കൊടുത്തോ മക്കളെ കെട്ടിച്ചാൽ അത് നിങ്ങൾക്ക് ഉപകരിക്കൽ മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിന് ബാധ്യയും ശാപമാവും, സമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കും. ഒരു കാര്യം. മറ്റു കാര്യം, ഞാൻ പറഞ്ഞില്ല, ഇതൊരു മനഃശാസ്ത്ര കൂട്ടായ്മ എന്ന് പറഞ്ഞില്ലേ, തെറ്റിദ്ധരിക്കരുത് പറയുമ്പോഴേ.
പ്രവാചകൻ അന്ത്യപ്രവാചകനാണ്. ഇനിയൊരു പ്രവാചകനെ സൃഷ്ടിക്കില്ല, അല്ലെങ്കിൽ ഒന്ന് ഉണ്ടാവില്ല എന്ന് ഖുർആനും അള്ളാഹും പറഞ്ഞിരിക്കുന്നു. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി, അദ്ദേഹത്തിൻ്റെ മകൾ ഫാത്തിമ ബീവി. എത്രയോ അച്ഛനും അമ്മയും ലോകത്തുണ്ടായിട്ടുണ്ട്, എത്ര കോടിക്കണച്ചമ്മണ്ട്. എന്നാൽ ഈ അച്ഛൻ നമുക്കൊരു പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കും. യാതൊരു വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു ആട്ടിടനായ പ്രവാചകൻ മുഹമ്മദും അദ്ദേഹത്തെ മകൾ ഫാത്തിമയും. ഫാത്തിമയ്ക്കും അതി വലിയ വിദ്യാഭ്യാസം അല്ലാതൊന്നും ഇല്ലല്ലോ, അല്ല. അവരാ ഇടപെടൽ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ 1000 കാര്യങ്ങളുണ്ട്. ഞാൻ ഇതര സമുദായത്തോട് പറയണം. ഇത് ഞാൻ എൻ്റെ മകളോടോ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ മകളോട് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഭാര്യ ജോലി എടുക്കും, പിന്നെ വീട്ടിൽ പുറത്തിറങ്ങേണ്ടി വരും. എന്താണ് ചോദ്യം എന്നറിയോ? ശ്രദ്ധിച്ച് കേൾക്കണം. ഫാത്തിമ ബീവിയോട് പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചർച്ചയിൽ പറയുമ്പോൾ എപ്പോഴും സലാഞ്ഞിൻ്റെ കാര്യത്തിൽ പേര് പറഞ്ഞാൽ മതി, നബീന്ന് മാത്രം പറഞ്ഞാൽ മതി. എല്ലാവരും എത്ര ആക്കി പറഞ്ഞു പോവാണ്, അങ്ങനെയൊന്നും വേണ്ട. അപ്പോൾ മോളെ, നിനക്ക് നിന്റെ ഭർത്താവിൻ്റെ സാമീപ്യമില്ലാതെ എത്ര നാൾ പിടിച്ചു നിൽക്കണം? ചോദിച്ചാരാ? മകൻ, അച്ഛൻ സ്വന്തം മകളോട്. ഇന്ന് ഈ ആധുനിക യുഗത്തിൽ പോലും ഒരു അച്ഛൻ മകളോട് ചോദിക്കാൻ ധൈര്യമുണ്ടോ? ചോദിച്ച വീട്ടുകാർ എന്ത് പറ്റും? വെറുതെ ഇരുത്തോ? ആ മകളിന് മറുപടി പറഞ്ഞാണ് ചരിത്ര സംഭവം അറിയുന്നത്. 2 മാസം വരെ പിടിച്ചെടുക്കും. പാപ്പിച്ചെന്നല്ല, അച്ഛാന്നാ. 2 മാസം കഴിഞ്ഞിട്ടും എൻ്റെ ഭർത്താവിന് സാമീപ്യം കിട്ടി. ഞാൻ പിന്നെ കൃത്രിമമാർഗത്തിൽ കൂടി, എന്നാൽ സ്വയം എന്നുള്ള അർത്ഥത്തിലാണ് അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രസംഗ മധ്യ അല്ലെങ്കിൽ കേട്ടിട്ടുണ്ട്. അതിൻ്റെ ആധികാരികത എനിക്കറിയില്ല. ഞങ്ങൾ ഒരു കാര്യം ഉറപ്പാണ്, അത്രയും ബൃഹത്തും മഹത്വമായ ഒരു വിഷയമാണ് സെക്സ് എന്ന് പറയുന്നത്. സെക്സോളജി എന്ന വലിയ സയൻസാണ്, വലിയ ശാസ്ത്രമാണ്, കടൽ പോലെ വലിയ ശാസ്ത്രം. അത് സ്വന്തം മകളോട് അച്ഛൻ ചോദിക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ അതാണ് മഹാൻ. അതാണ് 100 മഹാമഹാന്മാരിൽ, ലോകത്തുണ്ടായ 100 മഹാന്മാരിൽ ഒരാളാണ് പ്രവാചകനെന്ന് ഒരു യൂറോപ്യൻ എഴുതിയത് നിങ്ങൾക്കറിയാലോ. അതാണ് മഹത്വം. ആ മോളാണ് മഹത്തായ പെൺകുട്ടി. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി മറ്റൊന്ന്, കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നാലേ ഞാൻ പറഞ്ഞു ഏതാനും മാസം, എൻ്റെ ഒരാൾ പറഞ്ഞു ഏതാനും മാസത്തിനുള്ളിൽ BJP കേരളത്തിൽ പ്രതിപക്ഷമാകുന്നു. നേരിട്ട് സംസാരിക്കുക, അടുത്ത് കൈയെത്തുമെങ്കിൽ എന്നെ അടിക്കും. എനിക്കറിയാം അത്ര ഇമ്പോസിബിളായ കാര്യമാണ്. പക്ഷേ അത്ര ഇമ്പോസിബിൾ അല്ല. കേട്ട് നോക്കാം, ചരിത്രം നോക്കാം, സംഭവം വിലയിരുത്താം. ഞാൻ പറഞ്ഞു, ഞങ്ങൾ ജനതാദൾ നാഷണലിസ്റ്റ് എന്ന് പറഞ്ഞൊരു കൊച്ചു പാർട്ടി UDFനെ സപ്പോർട്ട് ചെയ്ത പാർട്ടിയാണ്. കുറേ കാലം മുമ്പ് LDF സപ്പോർട്ട് ചെയ്തു. പക്ഷേ LDFൻ്റെ പോക്ക് വളരെ അപകടമാണെന്നും യാതൊരു പ്രതീക്ഷയില്ലെന്ന് വന്നപ്പോഴാണ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ LDF നിന്ന് പിന്തുണ മാറി UDFന് കൊടുത്തു. നമ്മൾ UDF ഒരു അനുകൂല്യം പറ്റുന്നില്ല, അത് വേറെ കാര്യം. അപ്പോൾ അതിൽ രണ്ടാമത്തെ കക്ഷിയാണ് ആരാണ്? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, IUML. ആ IUMൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് PM സലാം. ഈ സലാമിൻ്റെ കുറേ നാളായിട്ടുള്ള പ്രസ്താവന, ഈ മന്ത്രിസഭ രൂപീകരിച്ച ശേഷം ഉള്ള പ്രസ്താവന, മുസ്ലിം ലീഗിനും മുസ്ലിം ലീഗിൻ്റെ അണികളുടെ ഇടയിലും എന്താണ് ഈ UDF ഭരണത്തെക്കുറിച്ചും UDFിലെ പ്രധാനമന്ത്രിയെക്കുറിച്ചും അഭിപ്രായം എന്നുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന വാക്കിൽ കൂടി വരുന്നുണ്ട്. അത് ഇന്നലെ പറഞ്ഞത്, മുഖ്യമന്ത്രി ആയാൽ ഒന്നിൽ ആണായിരിക്കണം അല്ലെങ്കിൽ പെണ്ണായിരിക്കണം. രണ്ടുമില്ലാത്ത അവസ്ഥ വന്നാൽ വലിയ ബുദ്ധിമുട്ടാണ്. കേരള മുഖ്യമന്ത്രിയെക്കുറിച്ചാണ് പറഞ്ഞത്, അല്ല വേറെ മറ്റാരെക്കുറിച്ചല്ല. പെണ്ണായിരിക്കും എന്ന് പറയുമ്പോൾ മമതാ ബാനർജിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു പെണ്ണായിരുന്നെങ്കിലും കഴിവുകളിലേക്ക് കയറുക. കാരണം PMC പദ്ധതി അതൊരിക്കലും നടപ്പാക്കില്ല എന്ന് പറഞ്ഞു. നടപ്പാക്കാൻ ശ്രമിച്ചതിന് പേരിൽ LDFനെ കുറ്റം പറഞ്ഞ് പരാതി പറഞ്ഞ് നിരന്തരമായ പ്രചരണം നടത്തിയൊക്കെയാണ് UDF അധികാരത്തിൽ വന്നത്. അങ്ങനെ അധികാരത്തിൽ വന്ന് UDF ഇന്ന് മൗനം സമ്മതം എന്ന് പറയുമ്പോൾ ഇന്ന് PMC പദ്ധതി നടത്താൻ ശ്രമിക്കുന്നതാണ്. PMC പദ്ധതി നടപ്പിലാക്കാത്ത 2 സ്റ്റേറ്റാണ് ഇന്ത്യയിലുള്ളത്. നടപ്പാക്കിയതിൽ അത് നടപ്പാക്കാത്ത 2 സ്റ്റേറ്റ്, ഒന്ന് കേരളവും ഒന്ന് പശ്ചിമ ബംഗാളുമാണ്. പശ്ചിമ ബംഗാൾ ഇപ്പോൾ നടത്തും, BJP നിശ്ചയം നടത്തുന്നുണ്ട്, അതിന് മുമ്പുള്ളവർ. അപ്പോൾ ഇതെല്ലാം LDFൻ്റെ കാലത്ത് അത് നടപ്പിലായില്ല എന്നല്ല ഏറ്റവും മനസ്സിലാക്കേണ്ടത്. പറഞ്ഞെങ്കിൽ നടപ്പിലായില്ല.
പക്ഷെ ഇപ്പോൾ ഈ മുസ്ലിം ലീഗിൻ്റെ ഭരണം വന്നപ്പോഴോ ഡി സതീശൻ എന്താ ചെയ്യുന്നത്? സതീശൻ ഒരു തെറ്റ് പറ്റിയുണ്ട്. അത് സതീശൻജി മനസ്സിലാക്കിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. രണ്ട് കാര്യങ്ങൾ പറയേണ്ടി വരും. ഒന്ന്, ഒരാൾ എല്ലാ കാലത്തും പറ്റിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്യാമെങ്കിലും എല്ലാവരും എല്ലാ കാലത്തും പറ്റിക്കാനോ വഞ്ചിക്കാനോ സാധ്യമെന്നുള്ള ഇബ്രാഹിം ലിംഗിൻ്റെ ഭാഷ കൊട്ടേഷൻ. മറ്റൊന്ന് CH മുഹമ്മദ് പറഞ്ഞത്, അതായത് ആൾ ഇന്ത്യ ലീഗിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടെ ചേർത്തപ്പോൾ അത് ആടിന് 4 മൂലയുണ്ട്. 2 മൂല പാല്, 2 മൂല ചെറുത്, അകിടുന്ന ആടിൻ്റെ അകിട മൂല, അത് 2 ചെറുതാണ്. പക്ഷേ നമ്പൂതിരിപ്പാട് പിടിച്ച് ആ അകിടല്ലേ പോയി, പാല് വരുന്നില്ല. അങ്ങനെയാണ് നമ്പൂതിരിപ്പാട് അവസാനം അവരെ പുറത്തു ആക്കിയല്ലോ. അതുപോലെ സതീശൻ പിടിച്ച പേട് മൂലയാണെന്നാണ് ഇപ്പോൾ ബുദ്ധിമാന്മാർ പറയുന്നത്, പാല് വരാത്ത മൂല. ഇനിയിപ്പോൾ ഏതായാലും സംഭവിച്ച 2 കാര്യമാണ്. ഒന്ന്, AC വേണുഗോപാൽ മുഖ്യമന്ത്രി ആകേണ്ടി വരുന്നു, സതീശൻ മാറേണ്ടി വരുന്നു. അങ്ങനെ വരുമ്പോൾ സതീശന് കോൺഗ്രസ് ഗ്രൂപ്പായിട്ട് BJPയിൽ പോകാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് വിലയിരുത്തൽ. അതുകൊണ്ടൊക്കെയാണ് ആ മഹാൻ പറഞ്ഞത് അധികം താമസിയാതെ കേരളത്തിൽ BJP പ്രതിപക്ഷമാവുന്നതാണ്. 35 സീറ്റുള്ള CPM-ന് അപ്പോൾ 36 സീറ്റുണ്ടെങ്കിൽ ആരായിരിക്കും പ്രതിപക്ഷം? BJP ആയിരിക്കില്ലേ? അത് തന്നെ ഒരു മറ്റൊരു ഭരണം ഉണ്ടാകുകയാണെങ്കിൽ ഇപ്പോൾ CPM-ൽ പിളർപ്പ് വരാൻ സാധ്യതയുണ്ട്. അപ്പോഴും 35-ൽ 10 സീറ്റ് പോലെ 25, അപ്പോൾ 26 സീറ്റ് കിട്ടിയാൽ BJP പ്രതിപക്ഷത്താവും. 26 സീറ്റിൽ 3 സീറ്റ് അവർക്ക്, ബാക്കി 21 സീറ്റും കിട്ടി. പിന്നെ സതീശൻ അങ്ങോട്ട് മാറിയാൽ BJP പ്രതിപക്ഷത്താണ്. അതിന് നേതാവ് സതീഷ് ആകുകയും ചെയ്യും. പിന്നീട് സതീശൻ ഒന്നുകൂടി മുഖ്യമന്ത്രിയാവും BJPയുടെ. അങ്ങനെയൊക്കെയാണെന്നാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. ആർക്കും ഏത് പാർട്ടിക്കുള്ള അവകാശമുണ്ട്. മറ്റൊന്ന് പറഞ്ഞില്ലേ, ഒരാൾ എല്ലാ കാലത്തും പറ്റിക്കാം, എല്ലാ കാലത്തും പറ്റിക്കാം, എല്ലാവരും കുറേ കാലത്ത് പറ്റിക്കാം. എല്ലാവരും എല്ലാ കാലത്തും വഞ്ചിക്കാൻ പാടില്ല എന്നുള്ള കാര്യമാണത്. BJP സംബന്ധിച്ച് 10-12 വർഷമായിട്ട് ഇന്ത്യയിലെ സർവ്വജനങ്ങളെയും പറ്റിക്കരുത്, വഞ്ചിക്കരുത്. ഇബ്രാഹിമിൻ്റെ ഭാഷ കടമെടുത്തപ്പോൾ ജനങ്ങൾ മനസ്സിലായി. BJP കൂട്ടിയത് യുവാക്കൾ, പ്രത്യേകിച്ച് സവർണ വിഭാഗങ്ങളും വടക്കേ ഇന്ത്യക്കാരും ഇന്ന് BJP ശത്രുവായി കാണണം. BJP അതിന് ലക്ഷ്യം കണ്ടുപിടിക്കില്ല. അപ്പോൾ എന്താണ്, പണ്ട് EMS പിടിച്ചൊരു മലയുണ്ട്, ആടിൻ്റെ അകിട്, പാൽ വരാത്ത. അതുപോലെ ഇപ്പോൾ സതീശൻ പിടിച്ചിരിക്കുന്ന BJPയുടെ മല എന്ന് പറഞ്ഞാൽ ആടിൻ്റെ പാൽ വരാത്ത മല പോലെയാണ്. ഉടനൊന്നും BJPക്ക് അധികാരത്തിൽ വരാൻ സാധ്യതയൊന്നും കേരളത്തിലില്ല. തന്നെയല്ല, ഇപ്പോൾ സംഘപരിവാർ പരമാവധി അവരുടെ വളർച്ച കഴിഞ്ഞു. ഇപ്പോൾ സെൻറ്റ് മേരീസ് ബാങ്ക് ഒന്നും പണ്ട് ബാങ്കുണ്ട്, ആ ബാങ്കിൻ്റെ കമ്പ്യൂട്ടർ പറഞ്ഞ് പരമാവധി വളർച്ച, ഇപ്പോൾ കമ്പ്യൂട്ടർ ഇനി വളർച്ചയില്ലാതെ കണക്കാക്കിയിട്ട് അങ്ങോട്ട് പൊട്ടിച്ചുകളഞ്ഞ കമ്പനിയെ തകർത്തിയ ഒളിവിൽ പോയി. അങ്ങനെ പല പല കമ്പനികളും അവസാനം അവൻ്റെ കമ്പ്യൂട്ടർ പറഞ്ഞാൽ നമ്മുടെ വളർച്ചയിൽ മാക്സിമം ഇനി വളരാനില്ല എന്ന് പറയുമ്പോൾ പൊട്ടിച്ചുകളയാണ്. പല കടകളും കത്തിച്ചുകളയാണ് ഇൻഷുറൻസ് ഒക്കെ എടുക്കാൻ വേണ്ടി. അതിന് ഒരുപടി തന്ത്രങ്ങൾ കാണിക്കുന്നുണ്ട്. ആ നിലക്ക് സതീശൻ പിടിച്ച പുലി പാലില്ലാത്ത അകിടിലാണെന്ന് ആരെങ്കിലും സംശയിച്ചു പോയാൽ, അതിൽ പറഞ്ഞു പോയാൽ അവർ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം നമ്മൾ ചിന്തിക്കുന്നേക്കാൾ അപ്പുറത്താണ് കാര്യം നടക്കുന്നത്. നമ്മൾ ഒരു വശം മാത്രമേ കാണുന്നുള്ളൂ, 2 വശം കാണുന്നില്ല. ഇന്ത്യയിൽ BJP സംബന്ധിച്ച്, BJP മാത്രമല്ല, BJP നിയന്ത്രിക്കുന്ന നയിക്കുന്ന സംഘപരിവാറിനെ സംബന്ധിച്ച് വളരെയധികം അപകടത്തിലാണ്. ചിലരിപ്പോഴും പറയും ഇപ്പം ഈ ബൂത്ത് സമരത്തിലും അല്ലെങ്കിൽ പാർട്ടി സമരത്തിലും BJPയാണ് ജയിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇന്നും ചാനൽ കണ്ട് അവർ ഭൂരിപക്ഷം മുകളിൽ കിട്ടാൻ വേണ്ടി തൃണമൂൽ കോൺഗ്രസിനെയും പല പാർട്ടിയും പിളർത്തി കൂടെ എടുത്തു എന്നൊക്കെ പറയുന്നതൊക്കെ ശരി തന്നെ. അത് ജയിച്ചു പോയ MPമാരെ അവരൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. ഇനിയും ജയിച്ചെടുക്കുന്ന ഈ പ്രയാസമാണ്. ഇപ്പോൾ ബീഹാറിൽ ഇലക്ഷൻ കഴിഞ്ഞ് 3 സീറ്റ്, മറ്റു പല സ്ഥലത്തോട്ട് എത്ര കിട്ടും നമുക്കറിയാം. അത് ജനങ്ങൾക്ക് മനസ്സിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇപ്പോൾ ആസാമിൽ വെള്ളപ്പൊക്കമാണ്. അതിയുടെ ആസാമിൽ വെള്ളപ്പൊക്കത്തിൽ മരിച്ച എല്ലാ അധഭാഗ്യർക്കും എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും ആദരാഞ്ജലികളും അർപ്പിക്കുക. ഗവൺമെൻറ് വേണ്ടത്ര തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നൊക്കെ പരാതി കേട്ടുന്നുണ്ട്. ഇന്നിപ്പോൾ രണ്ടാമതൊരു വാർത്ത കണ്ട് അവിടെ എല്ലാ ആൾക്കാരും വരുന്നുണ്ട് എന്നൊക്കെയാണ്. എന്തുവാകട്ടെ,
അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിലെല്ലാം മനസ്സിലാക്കുന്നത് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം വന്നാൽ, പ്രത്യേകിച്ച് ഇളം തലമുറക്ക്, അതിലും വിദ്യാസമ്പന്നർക്ക്. കാരണം നെഹ്റു പറഞ്ഞ് വിദ്യാസമ്പന്നൻ്റെ അതായത് വിദ്യയില്ലാത്തവൻ്റെ വർഗീയതയേക്കാൾ അപകടമാണ് വിദ്യാസമ്പന്ന വർഗീയത. കറക്റ്റല്ലേ? ആ മനുഷ്യൻ പറഞ്ഞ് എത്ര ശരിയത്. അതുപോലെ ഈ സംഘ് പരിവാറിൻ്റെ വർഗീയതയും തീവ്രവാദവും അത് രാജ്യത്തിൻ്റെ പുരോഗതിക്കോ വളർച്ചയ്ക്കോ അനുകൂലമല്ല. ആഗസ്റ്റ് 1 നാളെയാണല്ലോ ആഗസ്റ്റ് 1 കേരളത്തിൽ വലിയൊരു പണിമുടക്ക് നടത്താണ് E20യുടെ. ഞാനിന്ന് പെട്രോൾ അടിക്കുമ്പോൾ ഇപ്പോഴും ഞാൻ ഈ അടുത്ത 20 പെട്രോൾ ഞാൻ വാങ്ങിച്ചില്ല. ഞാനിപ്പോൾ എക്സ്ട്രാ പ്രീമിയം എന്ന സാധനം ഉണ്ട്, അത് വാങ്ങിച്ചു. കാര്യം 10 രൂപ കൂടുതലുണ്ട്. എന്നാലും വണ്ടി കേടാവില്ലല്ലോ. എന്തൊരു ന്യായീകരണമാണ്! ലക്ഷക്കണക്കിന് വണ്ടികൾ കേടാകുക. കേരളത്തിൽ കാറ് കേടായിട്ട് ഉപഭോക്തൃ തർക്കപരിഹാര കോടതി എന്താ പറഞ്ഞത്? പുതിയ കാറ് കൊടുക്കാനാണ് പറഞ്ഞത് കമ്പനിയോട്. അപ്പോൾ ഇതിൻ്റെ സംശയമല്ല, ഇത് കമ്പനി എന്ത് ചെയ്തു? ഇത് എത്തനോൾ ചേർത്ത പെട്രോൾ കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്, കാറുള്ള കമ്പനിയല്ല. അതാണെങ്കിൽ അതിൽ ചില അപാകതകളില്ലേ? അതെന്താണ്? ഞാൻ ഏതാണ് ഒരു ആഴ്ച മുമ്പ് പറഞ്ഞ് പഞ്ചസാരക്ക് കുറച്ച് നമ്മൾ പിടിച്ചു നിൽക്കാം, അത് ചെയ്യുമ്പോൾ പഞ്ചസാരക്ക് വില കൂടുന്നു. നിങ്ങൾക്കൊരു ബ്രിട്ടനിൽ പണ്ട് ഗോതമ്പിൽ നിന്ന് എണ്ണ ജാവ് ഉണ്ടാക്കി പെട്രോൾ ഒരു കാലത്തിന് വില ഗോതമ്പ് മാവും കിട്ടാതെ ഭയങ്കര ക്ഷാമം വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഈ പെട്രോൾ പഞ്ചസാര കൂടെ 48 രൂപയുടെ പഞ്ചസാര ഇപ്പോൾ 55 രൂപയായി. സാധാരണ കൂടെ 1-2 രൂപയ്ക്കാണ്. 48 രൂപ 5 7 രൂപ പെർ kg 7 രൂപ ദിവസങ്ങളിൽ കൂടാണ്. ഇതേ ഗുണം കൊടുക്കും. ഞാൻ പൂഴ്ത്തി വെപ്പ് കഴിഞ്ഞ് വിൽക്കാണ്. എല്ലാം കൊള്ള ചെയ്യാണ്. ആരും ചോദ്യം ചെയ്യുന്നില്ല. മാത്രമല്ല ഒരു പരീക്ഷ നടത്തുന്നില്ലല്ലോ. പണ്ട് തീരുമാനം വരുമ്പോൾ ഏതൊരു ജില്ലയിൽ അല്ലെങ്കിൽ ഒരു മേഖലയിൽ അത് നടത്തി 5-6 മാസം കഴിഞ്ഞ് വിലയിരുത്തി ശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ ബുദ്ധിജീവികളെ വിലയിരുത്തിയിട്ട് പിന്നെ അത് തീരുമാനമാക്കുന്നത്. ഇതെല്ലാം BJP സംഘപരിവാറിൻ്റെ നേതൃത്വത്തിലുള്ള BJP നേതാക്കൾ, മന്ത്രിമാർ എന്ത് അത് നടപ്പാക്കാണ്. അത് തെറ്റ് ശരി നോക്കുന്നില്ല. എത്തനോൾ വിൽക്കുന്നത് എന്തുമാത്രം പ്രായോഗികമാണ്? ഒരു പരീക്ഷണം, ഒരു ടെസ്റ്റ് ഡോസ് ചെയ്യണ്ടേ? നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ഒരു ടെസ്റ്റ് ചെയ്യുന്നതാണ്. ആ വെള്ളം കുറച്ചത് കുടിച്ച് 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും വിഷയമുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് കുടിക്കാൻ വെള്ളം കുടിക്കുമ്പോൾ. അപ്പോൾ ഇതുപോലെ അതിപ്രശസ്തമായ പ്രാധാന്യമായ കോടിക്കണക്കിന് രൂപയും ലക്ഷക്കണക്കിന് വാഹനങ്ങളെയും ബാധിക്കുന്ന, കോടിക്കണക്കിന് ജനങ്ങളെ ബാധിക്കുന്ന ഒരു പരിഷ്കരണം നടപ്പാക്കുമ്പോൾ അതൊരു ടെസ്റ്റ് ഡോസ് ചെയ്യണ്ടേ? അത് ചെയ്യാതെ തന്നെ അങ്ങോട്ട് പ്രഖ്യാപിക്കണം. അപ്പോൾ ഇത് വണ്ടികളെ റോഡിലെല്ലാം കിടക്കണം കേടായിട്ട്. നോക്കുമ്പോൾ 20% അടിക്കുമ്പോൾ തോന്നുന്നു 1000 ml അടിക്കുമ്പോൾ 200 ml എത്തനോൾ, ബാക്കി വെള്ളം മറ്റും കൃത്യമായിട്ട്. അപ്പോൾ ഏതാണ്ട് 70 ml അല്ലെങ്കിൽ 700 ml. ഉണ്ടോ? കരിമ്പ് കമ്പനികൾക്ക് വേണ്ടിയാണ് ഈ പണി ചെയ്യുന്നത്. ഇപ്പോൾ പുറത്തു വന്നില്ലേ? എല്ലാം പുറത്തുനിന്നാണ്. കാരണം ഇത് മെൻസസായി താറ് കൊടുത്താൽ നിൽക്കുമെന്ന് പറയുമ്പോഴാണ്. സ്ത്രീകൾ മെൻസസ് ആകുമ്പോൾ താറ് വലിച്ചു കൊടുത്താൽ നിൽക്കുമോ? നിൽക്കില്ല. അതുപോലെ ഈ അഴിമതിയൊക്കെ എത്ര നാൾ പിടിച്ചു നിർത്താൻ പറ്റും? ദിവസങ്ങൾ, മാസങ്ങൾ ഇതേം പുറത്ത് പബ്ലിക് അറിയുമ്പോൾ ഉള്ളതിനേക്കാൾ എതിർപ്പാവില്ലേ? ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ BJP അനുഭാവികളെ, സംഘപരിവാർ അനുഭാവികളായ മുന്നോക്ക പിന്നോക്ക യുവാക്കളെല്ലാം ഇപ്പോൾ എതിരാണ് BJPക്ക്, ഈ ഗവൺമെൻറ്റിന്. ഇപ്പോൾ പ്രധാനമന്ത്രി രാജിവെക്കാമെന്ന് തന്നെയാണ് പറഞ്ഞത്. പ്രധാനമന്ത്രി രാജിവെച്ച പോലെ ഈ BJP ഭരണം താഴെ ഇറക്കണം. കാരണം ഒരാൾ പോയി മറ്റു സ്ഥലത്ത് വരും. മോഡി വേറെ ഒരു വ്യക്തി മാത്രം, അപ്പോൾ വേറൊരു വ്യക്തി വരും. ആദർശം മാറില്ലല്ലോ. സംഘപരിവാറിൻ്റെ ആദർശമായിരിക്കും എല്ലാവർക്കും. അപ്പോൾ അത് ജനങ്ങൾ മടുത്തു. തുല്യ നീതി ലഭിക്കാത്ത, സാമൂഹ്യ നീതി ലഭിക്കാത്ത എന്ത് ന്യായീകരണം? 1500 വർഷമൊക്കെ പഴക്കമുള്ള, 1500ഓളം വർഷം, 1500 മുകളിൽ കടന്നിട്ടില്ല, ചില സ്ഥാപനങ്ങൾ നശിപ്പിക്കാൻ പേര് മാറ്റിയെങ്കിൽ ബുൾഡോസർ വയ്ക്കേണ്ട ആവശ്യമുണ്ടോ? പേര് മാറ്റിയ പോരെ, അത് നശിപ്പിച്ചു കളയാണ്.
ഞാനൊരു കാര്യം പറഞ്ഞു, അച്യുതാനന്ദനെ എല്ലാവരും ബഹുമാനിക്കും, ഞാനും ബഹുമാനിക്കും. പക്ഷെ അദ്ദേഹം അവിടെ പോയി വലം കയ്യേറി കെട്ടമല്ലേ, അത് പൊളിച്ചുകളയാൻ ഓർഡർ ഇട്ട്. ഇതിനെ പൊളിച്ചുകളയുന്നതിനാണ്. അതോടെ നിൽക്കട്ടെ, നമുക്ക് ഉപയോഗിക്കില്ല, അവരിൽ നിന്ന് പിടിച്ചെടുത്താൽ പോരെ. അതുപോലെ നമ്മുടെ സുപ്രീം കോടതി വിധി പ്രകാരം എന്നിട്ട് ഫ്ലാറ്റുകൾ ഈ വൈറ്റിലെ ഭാഗത്ത് തകർത്ത് കളഞ്ഞു. എന്ത് തകർക്കുന്നതിനാ? വേണ്ടത്ര ഗ്യാപ്പില്ലാതെ തള്ളാതെയാണ് കെട്ടം പണിത്. അങ്ങനെ കെട്ടം പണിതും വെള്ളമൊക്കെ വരുമ്പോൾ തടഞ്ഞു നിൽക്കും എന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്ലാറ്റ് കംപ്ലീറ്റ് പില്ലർ നിർത്തിയിട്ട് അത് പൊളിച്ചു കളഞ്ഞാൽ പോരെ, ഗ്രൗണ്ട് ഫ്ലോർ. അപ്പോൾ 12 പേരെ കിട്ടൂലേ? 12 കൂടുതലൊക്കെ വെള്ളം വന്ന് പിന്നെ കേരളം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ 12 അടി ഗ്യാപ്പ്, അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ 12 അടി പില്ലർ ഒഴിച്ച് ബാക്കി എല്ലാം പൊളിച്ചു കഴിഞ്ഞാൽ വെള്ളം വന്നാലും ഇത് കടലിലേക്ക് പോയിക്കണം, കായൽ വഴി. അതെല്ലാം അവിടുത്തെ സുപ്രീം കോടതി പറഞ്ഞു പൊളിച്ചുള്ള വൈരാഗ്യം തീർക്കല്ലേ ഇത്. എന്ത് ന്യായമാണത്? ഇപ്പോൾ വടക്കേ ഇന്ത്യയിലും തെക്കേ ഇന്ത്യയിലും ദക്ഷിണ ഇന്ത്യയിലും ഒക്കെ ഒരു നിയമം ഇട്ട് 2 വീലർ 24 മണിക്കൂർ ലൈറ്റ് ഓൺ ചെയ്യണം. രാത്രിന് ആവശ്യമാണല്ലോ, പകലും. എന്താ കാരണം? വടക്കേ ഇന്ത്യയിൽ മൂടൽ മഞ്ഞ് പോലെ ഒരു സമയത്ത് ബുദ്ധിമുട്ടാവും. കേരളത്തിൽ ഒറ്റ രാജ്യ കേരളത്തിലും അല്ലെങ്കിൽ ദക്ഷിണ ഇന്ത്യയിലൊക്കെ ഇതിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ സുപ്രീം കോടതി അതും ഒരു പരീക്ഷ നടത്താതെ അങ്ങോട്ട് ഒറ്റ പ്രഖ്യാപനമാണ്, ആളറിയാതെ ഭാഷ പോലും അറിയാതെ കോടതി പോലും വിധി പ്രഖ്യാപിച്ചപ്പോൾ എന്ത് ചെയ്യും? ഹെൽമെറ്റ് വേട്ടാ. അപ്പോൾ ഞങ്ങൾ ഗവൺമെൻറ് പഠിച്ചു ഹെൽമെറ്റ് വച്ചതിന് ശേഷം മരണസംഖ്യ ഒന്ന് എടുക്കാൻ നോക്കിയിട്ടുണ്ട്. ഇതൊക്കെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. ഹെൽമെറ്റ് വയ്ക്കേണ്ടെന്നല്ല നമ്മൾ പറഞ്ഞത്. പക്ഷെ അതിന് മാത്രം ഗവൺമെൻറ് പ്രത്യേകം പരിഗണന കൊടുക്കുമ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റ് കൊണ്ട് മരണസംഖ്യ കുറയട്ടെ. ഇതിപ്പോൾ 5000 കോടി രൂപയുടെ ഹെൽമെറ്റ് വന്ന ആ കാലഘട്ടത്തിൽ കേരളത്തിൽ പഞ്ചാബ്, ഹരിയാന പോലുള്ള ഹെൽമെറ്റ് കമ്പനി വിറ്റതാണ് 5000 കോടി. വെറും 200 250 വിലയുള്ള ഒരു പാട്ടയിൽ ISI മാർക്കിട്ട് 1500 വിൽക്കാണ്. ആ 5000 കോടിയിൽ ആരൊക്കെ പങ്കിട്ടെടുത്തതൊക്കെ നമുക്കറിയാം, നമ്മളത് പറയുന്നില്ല. അവിടെയും തല പോകാതെ രക്ഷപ്പെടുത്താൻ വേണ്ടിയല്ല, ബിസിനസ് ലാഭമാണ്. നിങ്ങൾക്കറിയോ ഒരു കാര്യം? നിങ്ങൾക്കറിയോ ത്രേസ്യാം എന്നൊരു ചീഫ് എഞ്ചിനീയർ കോതമംഗൽ തേരി, അവർ ഈ കേരളത്തെ ചീഫ് എഞ്ചിനീയർ ആയിരിക്കുമ്പോൾ കോലഞ്ചേരിയിൽ കോലഞ്ചേരിയിലെ ചാക്കോള പൈപ്പിലല്ല ഒരു വലിയ കമ്പനി ഉണ്ട്. ആ കമ്പനിയിൽ സ്റ്റോക്ക് വന്ന് ഈ ചെറിയ ബേബി മെറ്റൽ മണലാണെങ്കിൽ അന്ന് വിൽക്കാം, ബേബി മെറ്റൽ ചിലവില്ല. അങ്ങനെ കുന്നുകൂടി നടത്താൻ പറ്റില്ല. അന്ന് അവരെന്തോ പേര് ബന്ധമൊക്കെ ഉണ്ട്. ആ ഒരു ഓർഡർ ഇട്ട് മണലിന് പകരം ഇത് ഇട്ട് റോഡിൽ ടാറിങ് ചേർക്കാമോ? അങ്ങനെ വെറുതെ ശരിക്കണത് വിറ്റ് കോടിക്കണത് വിറ്റുപോയി. അതിൻ്റെ ഷെയറൊക്കെ പറ്റി കാണുമല്ലോ. അതിൽ തമിഴ്നാട്ടിലൊരു മന്ത്രിയുടെ ബന്ധു ഇപ്പോഴത്തെ ഈ വാടക കാറുകൾക്കും വാടക ലോറിക്കൊക്കെ ഒരു പെയിൻ്റ് അടിക്കാമല്ലോ, ഒരു മഞ്ഞ പെയിൻറ്റ്, അത് നിയമമാക്കി. ഇതൊക്കെയാണ് ആ ബന്ധു തുടങ്ങി പെയിൻ്റാണ്. അപ്പോൾ ചിലവാകാൻ വേണ്ടിയാണ്, ചിലവായി കാശുണ്ടാക്കി. അതുപോലെ ഗ്ലാസ്സിൽ സൺഗ്ലാസ് ഒട്ടിക്കുന്നതിൽ കുറേയാണ് പറിച്ചു കളയും, അപ്പോൾ ചിലവാകും, പിന്നെ ഒട്ടിക്കും. അങ്ങനെ ഒരു അഡിനേഷൻ, ഒരു റിപ്പീറ്റിങ്, എല്ലാം ബിസിനസ് മയമാണെന്നേ. ജനനന്മയോ അല്ലെങ്കിൽ രാജ്യനന്മയൊന്നുമില്ല. എന്തിനും നമ്മൾ ഇന്ത്യയിലെ കേരളത്തെക്കുറിച്ച് പറയുന്നു. നമ്മുടെ മറ്റ് വിദേശ കമ്പനിയല്ലേ, അമേരിക്കയ്ക്ക് ജോൺസൺ ജോൺസൺ കമ്പനി $45,000 കോടി നഷ്ടപരിഹാരം കൊടുക്കാൻ കോടതി വെച്ചിരിക്കുക. $45,000 കോടി അതിന് 100 കോടി കൊടുക്കുമ്പോൾ 4 ലക്ഷം 45 ലക്ഷം കോടി രൂപ നഷ്ടപരിഹാരം കൊടുക്കുക. എന്തിനാണെന്നറിയോ? എന്ത് തീപറ്റുകളൊക്കെ. ജോൺസൺ കമ്പനി വിദ്യാഭ്യാസമില്ലാത്തതാണോ, വിവരമില്ലാത്തവരാണോ? കാര്യങ്ങൾ അറിയാമല്ലോ. കുട്ടികൾക്ക് ക്യാൻസർ പോകാൻ വരുന്നു, അവരുണ്ടാക്കുന്ന ബേബി പൗഡറും ബേബി സോപ്പിലൊക്കെ ക്യാൻസർ ഉണ്ടാക്കാനുള്ള ഇത് ചേർക്കുന്നുള്ളു. പരാതി പറഞ്ഞ് 10,000 പരാതി വന്നില്ലേ. എല്ലാം കൂടി ഒറ്റ തീർക്കാൻ വേണ്ടി കോടതി തീരുമാനിച്ചത് $45,000 കോടി. $45,000 കോടി ഇട്ട് 100 തരുമ്പോൾ 40 ലക്ഷം കോടി രൂപ നഷ്ടപരിഹാരം കൊടുക്കുക. അപ്പോൾ എന്ത് ലാഭം ഉണ്ടാക്കി കാണുന്നത്? ഈ 45 ഇന്ത്യൻ രൂപ വെച്ചാൽ 45 ലക്ഷം കോടി രൂപ നഷ്ടപരിഹാരം കൊടുക്കില്ല. അവർ എത്ര ലക്ഷം കോടി ഉണ്ടാക്കി കാണും ഈ കുറേ വർഷം കൊണ്ട്? ജോൺസൺ കമ്പനി വാർത്തയിട്ടില്ല, ഞാൻ പറയുന്നല്ല, ആദ്യത്തെ സംഭവമല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ. അമേരിക്ക പണ്ട് ഈ ആഫ്രിക്കയിലെ ദരിദ്ര രാജ്യത്തിലേക്ക് TBയുടെ ഒക്കെ വാക്സിൻ കഴിച്ചുവിട്ട്
അതിൽ ക്യാൻസറിൻ്റെ രോഗമാണ് എത്തിവിട്ടതാണ്. കാരണം ക്യാൻസർ വന്നാൽ ജനങ്ങൾ നശിക്കണം. കാരണം അമിതമായി ജനവർദ്ധന ഉണ്ടായാൽ ഈ ഭൂഷ സ്വഭാവങ്ങൾക്ക് അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾക്ക് അല്ലെങ്കിൽ സാമ്രാജ്യ ശക്തികൾക്ക് അപകടമാണ്. ജനസംഖ്യ വർദ്ധിക്കാൻ പാടില്ല. ഇത് തന്നെയാണ് വേറൊരു കാര്യം പറഞ്ഞത്. ഇന്ത്യയിൽ കുടുംബാസം നടത്താൻ വേണ്ടി അമേരിക്ക ആയിരക്കണക്കിന് ആന ഉൾപ്പെടെ കോടിക്കണക്കിന് മുടിക്കുന്നുണ്ട്. കാരണം ഇന്ത്യയിലും ജനസംഖ്യ ക്രമാതീതം വളർന്നു കഴിഞ്ഞാൽ അമേരിക്ക ഉൾപ്പെടെ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഭൂഷ സ്വഭാവമുള്ളവരൊക്കെ കസേരക്ക് ക്ഷീണം പറ്റും. ജനസംഖ്യ വലിയ ശക്തിയല്ലേ, അതൊക്കെ വലിയ സംഭവമാണ്. ഞാനിപ്പോൾ സൂചിപ്പിക്കണം, സാമ്യം കാര്യമാണ്. അപ്പോൾ ഏതായാലും നമ്മൾ കേരളത്തിൻ്റെ വീണ്ടും പേരാണ്. കേരള രാഷ്ട്രീയത്തിൽ രണ്ട് കാര്യം സംഭവിക്കാൻ പോകുന്നത്. ഒന്നുകിൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായി ചാർജ് ഏൽക്കും, സതീശൻ മാറും. അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ ഒരു ഗ്രൂപ്പ് ഒഴിച്ച് ബാക്കി എല്ലാം പുറത്തേക്ക് വന്നിട്ട് 30 സീറ്റുള്ള LDFന് പിന്തുണ ഒരുപക്ഷെ ഈ LDF പുറത്ത് പിന്തുണച്ചിട്ട് ബാക്കി വരുന്ന എല്ലാവർക്കും നിന്ന് ഒരാൾ മുഖ്യമന്ത്രിയാക്കി മുന്നോട്ട് പോകാനും അങ്ങനെ ഒരു രീതി വരും. അല്ലെങ്കിൽ നമ്മുടെ രാധാകൃഷ്ണൻ ഉണ്ട് ഡൽഹിയിൽ, ദളിത് വിഭാഗമാണ്, കുഴപ്പക്കാരിൽ അഴിമതിക്കാരൊന്നുമില്ല, മറ്റു കുഴപ്പമില്ല, അഹങ്കാരിയൊന്നുമില്ല. ആ രാധാകൃഷ്ണനെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് LDFൻ്റെ ഒരു ഭരണം ഏതാനും മാസങ്ങൾക്കുള്ളിൽ, ഇനി അവധിയൊന്നുമില്ല, 5 വർഷമൊന്നുമില്ല, കേരളത്തിൽ വരാൻ പോകണം. കേരളത്തിൽ വലിയൊരു മാറ്റം വരാൻ പോകണം, ടെക്നിക്കലില്ല, പൊളിറ്റിക്കലി. അത്ര കണ്ട് സതീഷ് നമ്മൾ സംശയം തോന്നാണ്. ഇത് മൊയ്തീൻ ഷാ അഭിപ്രായമല്ല, പബ്ലിക്കിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ് അവർ വികാരമാണ്. ഇപ്പം ഞാൻ ഇവിടെ 2 മാസം പോലും പ്രായമില്ലാത്ത പാറ്റ വിചാരിച്ചാൽ ഇത്രയും മാറ്റം, വലിയ മാറ്റമൊന്നുമില്ല. ഇപ്പോഴും BJPനെ വിജയിച്ചിരിക്കുന്നതാണ് അവർ ചാനൽ പറഞ്ഞെങ്കിലും ഇപ്പം ഗോദി മീഡിയക്ക് മിണ്ടുന്നില്ല. BJPക്ക് റോഡ് നടക്കാൻ പറ്റില്ല. ഡൽഹിയിലേക്ക് ആൾക്കാർ കയ്യേറ്റം ചെയ്യണം, BJP പ്രവർത്തകർക്ക് ഓഫീസൊക്കെ മാറ്റണം. അത്ര കണ്ട് സങ്കീർണമായ കാര്യങ്ങൾ. അപ്പം അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ പോലും ഏതാനും മാസങ്ങൾക്കുള്ളിൽ വലിയ രാഷ്ട്രീയ ധ്രുവീകരണോ രാഷ്ട്രീയ ചേഞ്ച് നടക്കണം, പൊളിറ്റിക്കൽ ചേഞ്ച് നടക്കുകയാണ്. അതിനൊരു ആവശ്യം ഉണ്ടായില്ല സതീശൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് പലർക്കും മനസ്സിലാക്കി തുടങ്ങി. കാരണം അത് ഏറ്റവും വലിയ തെളിയാൻ പറഞ്ഞ അൻവറിൻ്റെ കാര്യമുണ്ടല്ലോ. അൻവർ ഇറങ്ങി വന്നപ്പോൾ അത്രയും UDF അനുകൂലമായിട്ട് ഒരു MLA ഇറങ്ങി വന്നിട്ട് അയാൾ തകർത്ത് കളഞ്ഞില്ലേ. അയാൾ തെറ്റൊന്നുമില്ല. അതായത് സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു, AICC സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ മുന്നണിയിൽ നിൽക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവ്, ഘടകകക്ഷി നേതാവ് ഒരിക്കലും എതിർക്കാൻ പാടില്ല. അത് എതിർത്തു, അത് 100% തെറ്റാണ്. അത് കൂടാതെ സ്ഥാനാർത്ഥി ഞാൻ പറഞ്ഞ ആളാക്കി, അതൊക്കെ തെറ്റ് തന്നെ, സംശയമൊന്നുമില്ല. അത് മണ്ടനായിട്ട്. പക്ഷേ എങ്കിലും അതൊക്കെ ക്ഷമിച്ച് അതിനൊക്കെ വലിയ ഗുണം ചെയ്തില്ലേ UDF വേണ്ടി. ഇന്നും അൻവർ പുറത്തിറങ്ങി രാജിവെച്ച് വന്നില്ലെങ്കിൽ ഇന്നും UDF അധികാരത്തിൽ വരില്ല. പക്ഷെ അതൊന്നും കാണാതെ സതീശെ തകർത്ത് ഭസ്മാക്കി കളഞ്ഞ അൻവറിനെ. പക്ഷേ ഇത് 40% മുസ്ലിങ്ങളുള്ള കേരളത്തിൽ അൻവർ ഒരു വ്യക്തിയല്ല, ഒരു സമുദായമാണ്, സമുദായ നോമിനിയാണ്. അത് ഓർമ്മ വേണം. ഞാൻ ഒരു കാര്യം പറഞ്ഞ് നിർത്താം, വേറൊന്നുമില്ല. കേരളത്തിൽ പള്ളിമുക്കിൽ 2 ഉദ്ഘാടനം നടന്നു. ഒരു ഉദ്ഘാടനം കഴിഞ്ഞു, അത് വനിതകൾ ഉദ്ഘാടനം ചെയ്തു. മറ്റൊരു ഉദ്ഘാടനം CM നടത്താണ് ഞായറാഴ്ച 2-ാം തീയതി, നാളെ 1-ാം തീയതി മറ്റന്നാൾ. അത് കോട്ടയത്തുള്ളൊരു ബിസിനസ്സുകാരനാണ്. ഞാൻ അവരെ വിളിച്ചു. ഞാൻ ഞാനല്ല വിളിച്ചത്, എനിക്കിങ്ങനെ മെസ്സേജിൽ വന്നുകൊണ്ടിരിക്കുന്നു. അവർ ഉദ്ഘാടനത്ത് മനോരമ പോലുള്ള പത്രങ്ങളിൽ പേര് കൊടുത്തപ്പോൾ 40%-ഓളം ജനസംഖ്യയുള്ള അംഗസംഖ്യയുള്ള ഒരു വിഭാഗത്തിൽ നിന്ന് അവരുദ്ദേശിക്കുന്ന ആളുടെ ഒപ്പം അടുത്ത് നിൽക്കാവുന്ന ഒരാളെ കണ്ടില്ല. 4 സ്ത്രീകളെ കൊടുത്തു. ഒന്ന് ചിറ്റിലപ്പള്ളിയുടെ, ഒന്ന് പൂർണിമ, പൃഥ്വിരാജ്, പിന്നെ 2 സെലിബ്രിറ്റികളും. അതിൽ ഒരു മുസ്ലിമോ അല്ല, ഒരു ക്രിസ്ത്യാനിയോ, 3 ഹിന്ദുക്കൾ, അല്ല 3 ക്രിസ്ത്യാനി, 1 ഹിന്ദു. ഓക്കെ, നോ പ്രോബ്ലം. ഇത്രയും 40%-ഓളം കേരളത്തിൽ ജനസംഖ്യയുള്ള ഒരു വലിയ സമുദായത്തിൽ നിന്ന് നിങ്ങളുടെ സ്ഥാപനത്തിന് ഉദ്ഘാടനത്തിന് ഒരു മുസ്ലിം നാമധാരി വഹിക്കാൻ നിങ്ങൾ പറ്റിയില്ല, ചിന്തിച്ചില്ല എന്നുള്ളത് അക്ഷന്തവ്യമായ തെറ്റല്ലെന്ന് എന്നോട് ആയിരക്കണക്കിന് ആൾക്കാർ ചോദിച്ച ഫലമായിട്ട് ഞാൻ അവരെ വിളിച്ചു ചോദിച്ചു. എന്താണ്
ഇവിടെ 90 രൂപ ഉണ്ടെങ്കിൽ 10 രൂപ 100 രൂപയ്ക്ക് പലിശ കൊടുത്ത് പൈസ വാങ്ങിക്കുന്നതാണ് ക്രിസ്ത്യൻ സമുദായത്തിൽ പലരും. ബാങ്കും ബാറും അവരുടെയാണ്, ബിസിനസ് ലാഭമാണ്. അവർ പറയുന്നല്ലാതെ സുഖലോലുപുരൊന്നുമില്ല. സുഖലോലുപ് പിന്നെ നായേഴ്സാണോ? അല്ല, മുസ്ലിങ്ങളാണ് ഏറ്റവും കൂടുതൽ ലക്ഷറി ആയിട്ട് ജീവിക്കുന്ന. സാധനങ്ങൾ വാങ്ങിക്കുന്നത്, കാറായാലും ടെലിവിഷൻ ആയാലും എന്തായാലും വില കൂടിയെല്ലാം വാങ്ങിക്കുന്നത് മുസ്ലിങ്ങളാണെന്നേ. ഞാൻ അവർക്ക് 2 ഉദാഹരണം പറഞ്ഞു, കേട്ടോളൂ. ഒന്ന്, മറ്റൂർ എന്ന് പറഞ്ഞാൽ പിന്നെ പെരുമ്പാവൂരിനും കാലിക്കടുക്കുള്ള സ്ഥലമാണ്. അവിടെ ഒരു റൈസ് മില്ലുകാരൻ ഇതുപോലെ ഉദ്ഘാടനം നടത്തി. എന്നിട്ട് പി കെ കുഞ്ഞാലിക്കുട്ടി വ്യവസായ വകുപ്പ് മന്ത്രിയാണ്, 15 വർഷം മുമ്പാണ്. മുസ്ലിം സമുദായത്തെ ഒഴിവാക്കി. ഇതിപ്പോൾ ഞാൻ വിളിച്ചു. എന്താ വിളിച്ചറിയോ? നിങ്ങളുടെ സ്ഥാപനം ഉത്തരവാദിത്വം വളർന്നു വരണമെന്ന് വലിയ ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ശത്രുക്കളല്ല, ഞങ്ങൾ പരാതിയല്ല, പരിഭവമാണ്. ഭാര്യമാർ ഭർത്താക്കന്മാരോട് പരിഭവം പറയും. പരിഭവം പറഞ്ഞപ്പോൾ കേൾക്കാതിരിക്കുക, അനുസരിക്കാതിരിക്കരുത്. പരാതി പറഞ്ഞാൽ പോട്ട് വയ്ക്കുക. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇതൊരു പരിഭവമാണല്ലോ, പരാതിയല്ല എന്ന്. അത് മനസ്സിലാക്കിയിട്ട് പിറ്റേ മാസത്തിൽ കുഞ്ഞാലിക്കുട്ടി വിളിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഒരു മഹാ ഉദ്ഘാടനം നടത്തി. ആ സ്ഥാപനം ഇന്നും ഉത്തരവാദിത്വം മുന്നിൽ പോകണം. അവിടെ തന്നെ ആ ഭാഗത്ത് വേറൊരു സ്ഥാപനമുണ്ട്, അത് വരി തന്നെയാണ്. അത് ക്ഷണിച്ചില്ല. അവരിതിപ്പോൾ വിപ്രോയ്ക്ക് സാധനം വിറ്റ് പൊളിഞ്ഞ് പോലീസായി പോയി. കാരണം പണം മുഴുവനല്ലേ. നിങ്ങളിത് എറണാകുളത്ത് ആലോചിച്ച് നോക്ക്. ഒരു നോമ്പുകാലം മുന്നേ എറണാകുളം വിജയനായി. നിങ്ങൾ മനസ്സിലാക്കണം. ഞാനത് ഗുണമായിട്ടില്ല പറഞ്ഞത്, അല്ലെങ്കിൽ അവർക്ക് അതൊരു പരാജയമായിട്ടില്ല. പക്ഷേ സാമൂഹ്യ നീതി, സോഷ്യൽ ജസ്റ്റിസ്, അതാണ് മൊയ്തീൻ നിൽക്കുന്നത്. മുസ്ലിം വേണ്ടി വായിക്കുന്ന പ്രസ്ഥാനം ആളോ അല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് സത്യമാണ്, അല്ല ഭംഗി വാക്കല്ല, സത്യമാണത്. പക്ഷെ നീതി ലഭിക്കില്ല അവർക്ക്, തുല്യനീതി. അപ്പോൾ 40% വരുന്ന ഒരു വിഭാഗം കേരളത്തിൽ, അതും മധ്യ കേരളത്തിൽ പോലും ഇപ്പോൾ കുഴപ്പമില്ല. കാരണം പ്ലോട്ടിംഗ് പോപ്പുലേഷനിൽ നല്ല ശതമാനം മുസ്ലിങ്ങൾ, മലബാറുകാരൊക്കെ കേരളത്തിലോട്ട്. കേരളത്തിൽ നേരിട്ട് നോക്കുക അല്പം സംഖ്യ മധ്യ കേരളത്തിൽ കുറവാണെങ്കിലും പ്ലോട്ടിംഗ് പോപ്പുലേഷൻ കൂടുതൽ. അതാണ് നോമ്പൊക്കെ വരുമ്പോൾ ഇല്ലാതെ അടിഞ്ഞു പോകുന്നില്ല. അവരാണ് ലക്ഷറി സാധനങ്ങൾ വാങ്ങിക്കുന്നത്. അവർ നിങ്ങൾ കണ്ടോള്. പൃഥ്വിരാജിൻ്റെ ആൾക്കാർ, പൃഥ്വിരാജിൻ്റെ പൂർണ്ണിയ പൃഥ്വിരാജിൻ്റെ ആൾ എത്ര കിട്ടി? 9% കേരളത്തിലുള്ളൂ. മറ്റു ചിറ്റിലപ്പള്ളി ആളുകൾ 10% ബാക്കി 5% ദളിത് ക്രിസ്ത്യാനികളാണ്. അവർക്കൊന്നും വൈരൊന്നും വാങ്ങിക്കാൻ പോലില്ല. എന്നിട്ടും അഹങ്കാരം ധിക്കാറില്ലേ കാണിച്ചതെന്ന് പറയും ആൾക്കാർ വരുന്നത്. പക്ഷെ അതൊന്നും ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. എനിക്ക് പരാതിയില്ല, പരിപ്പ് മാത്രമേ പറഞ്ഞു. അവരെന്തെങ്കിലും നടപടി സ്വീകരിക്കും. 2ാം തീയതി ഉദ്ഘാടനമൊക്കെയാണല്ലോ, സ്വീകരിക്കും. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തുല്യനീതി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിർത്താൻ നിങ്ങൾക്ക് ഒരാഴ്ച നന്ദി. ജയ് ഹിന്ദ്.